ഓസ് ഡാമേജ് ആയിട്ട് ഈ ഒരു വണ്ടി കൂളൻ്റ് ലീക്കായി വഴിയിലായതാണ്. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേവർക്കും സ്വാഗതം. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം ആൾക്കാർ DDIs, അത് കണക്കിന് കോട്രാ ജെറ്റ്, മൾട്ടി ജെറ്റ് എഞ്ചിനുകൾ ഉപയോഗിക്കുന്ന ധാരാളം ആൾക്കാർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ എഞ്ചിനുകൾ ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. പക്ഷേ ഇത്തരം വാഹനങ്ങളിൽ പൊതുവേ പെട്ടെന്ന് കണ്ടുവരുന്ന, അല്ലെങ്കിൽ കാലപ്പഴക്കം വരുമ്പോഴത്തേക്ക് വളരെ പെട്ടെന്നായിട്ട് കണ്ടുവരുന്ന വളരെ പ്രധാനപ്പെട്ട, വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ആ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സംഭവം പരിഹരിക്കുന്ന സമയത്ത് വളരെ നിസ്സാരമാണെങ്കിലും അത്തരമൊരു പ്രശ്നം നമ്മളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ വണ്ടിക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് ഇത്തിരി കാര്യമായൊരു പ്രശ്നമാണ്, ഗുരുതരമായൊരു പ്രശ്നമാണ് എന്നുള്ളതുമാണ്. ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന പലരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിച്ചിട്ടുള്ള കേസായിട്ടാണ് ഇതിൻ്റെ കൂളൻ്റ് ശക്തമായ ലീക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് കേസ് മാറുന്നൊരു കേസ് കേട്ട്. അതെ, തെർമോസ്റ്റാറ്റിക് കേസ് നമ്മളെ വണ്ടിയിൽ നിർബന്ധമായിട്ടും ഒരു നിശ്ചിത പീരീഡ് 1,00,000 കിലോമീറ്റർ ആകുമ്പോഴോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 അല്ലെങ്കിൽ ഒരു 7 വർഷം മാക്സിമം ആവുന്നതിനിടയിൽ കംപ്ലൈൻറ്റ് ഉണ്ട് പോലോ ഇല്ല പോലോ മാറേണ്ട നിർബന്ധിതമായൊരു സാധനമാണ് തെർമോസ്റ്റാറ്റിക് കേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കൂളൻ്റ് ലീക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ബാറ്ററിയുടെയും അത് കണക്ക് തന്നെ എഞ്ചിൻ്റെയും ഇടയിലായിട്ട് സൈഡിൽ കൂടി ഇതിലെ കൂളൻ്റ് ലീക്കാവും. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് കേസ് ആയിരിക്കും ലീക്ക് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. അത് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓസുകളുമുണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഓസുകളുണ്ടോ, ഇത് EGR-ലേക്കും മറ്റുമൊക്കെ കൂളൻ്റിനെ എത്തിക്കുന്ന ഓസുകളാണ്. അപ്പോൾ അതിൽ ഈ ഒരു ഓസ് ഡാമേജ് ആയിരുന്നു. കണ്ടോ, ഈ ഒരു ഓസ് ഡാമേജ് ആയിരുന്നു. ഈ ഒരു ഓസ് ഡാമേജ് ആയിട്ട് ഈ ഒരു വണ്ടി കൂളൻ്റ് ലീക്കായി വഴിയിലായതാണ്. ഈ ഒരു വണ്ടിയുടെ തെർമോസ്റ്റാറ്റിക് കേസ് ഓൾറെഡി മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തെർമോസ്റ്റാറ്റിക് കേസ് മാറുമ്പോഴത്തേക്ക് ആ ഓസുകൾ മാറുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ചാൽ എത്രത്തോളം പഴക്കം തെർമോസ്റ്റാറ്റിക് കേസിനുണ്ടോ അത്രത്തോളം പഴക്കം ആ ഓസുകൾക്ക് ഉണ്ടായിരിക്കും. നമ്മൾ ഇളക്കി തിരിച്ച് ഇടുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അത് ഓസിന് ഉടവ് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാര്യം വെച്ചാൽ ഇത് ഒരു പക്ഷേ ഹാർഡായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തായിരിക്കും ഊരിയെടുക്കുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിലുള്ള നൈലോൺസും കാര്യങ്ങളൊക്കെ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അപ്പോഴും കുഴപ്പമൊന്നും കാണിക്കത്തില്ല. നമ്മൾ നല്ല രീതിയിൽ കാലുകൊടുത്ത് ഓടുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ കൂളിംഗ് സിസ്റ്റത്തിൽ ഇതിൽ പ്രഷർ കൂടുന്നൊരു സാഹചര്യത്തിൽ ഈ ഒരു ഓസുകളൊക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് ഇത്തരം തെർമോസ്റ്റാറ്റിക് കേസൊക്കെ മാറുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റിക് കേസ് മാറുന്നൊരു സാഹചര്യം വരുമ്പോൾ നിർബന്ധമായും ആ ഓസുകളും കൂടെ മാറാൻ ശ്രദ്ധിക്കുക. നമ്മളിതാ ഇവിടെ ഒരു സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തെർമോസ്റ്റാറ്റിക് കേസ് വരുന്നത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് തെർമോസ്റ്റാറ്റിക് കേസ് വരുന്നത്. ഇതാണ് തെർമോസ്റ്റാറ്റിക് കേസ്. ഈ ഒരു തെർമോസ്റ്റാറ്റിക് കേസിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. ഇതാ നിങ്ങൾ നോക്കിയേ, പ്ലാസ്റ്റിക് ടൈപ്പാണ് ഇതിൻ്റെ തെർമോസ്റ്റാറ്റിക് കേസ് വരുന്നത്. ഈ ഒരു കേസിൽ സ്വിച്ച് വരുന്നുണ്ട്, ഇതിൻ്റെ അകത്തായിട്ട് തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്നുണ്ട്, EGR-ലോട്ട് പോകുന്നൊരു ലൈൻ വരുന്നുണ്ട്, ഒരു ബൈപ്പാസ് ഹോസ് വരുന്നുണ്ട്, മെയിൻ ലൈൻ വരുന്നുണ്ട്. ഇത് നേരെ എഞ്ചിൻ്റെ ഉള്ളിലോട്ടാണ് ലൈൻ പോകുന്നത്. അത് കണക്ക് തന്നെ ഈ ഒരു ഓയിൽ കൂളറിൽ നിന്ന് വരുന്ന കൂളൻ്റെ ലൈനും നേരെ കയറി വരുന്നുണ്ട്. അപ്പം ഇത് ഡാമേജ് ആവുന്നത് കൂടുതലും ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വെച്ചൊക്കെ പൊട്ടിപ്പോകാറുണ്ട്. അത് കണക്ക് തന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഉൾഭാഗത്ത് നിന്ന് പൊട്ടിപ്പോകാറുണ്ട്. താഴത്തെ ഈ ഒരു ഓസ് ഉണ്ടല്ലോ, ഈ ഓസിൻ്റെ താഴെ ബെൻഡ് വരുന്ന ഭാഗം വെച്ച് പൊട്ടിപ്പോകാറുണ്ട്. അത്തരത്തിൽ ഈ ഒരു ഐറ്റം ഡാമേജ് ആവുന്നത് സർവ്വസാധാരണമായിട്ടൊരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും തെർമോസ്റ്റാറ്റ് വാൽവ് എന്തിനാണെന്നുള്ളത് പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോ ഇട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് കണ്ടു നോക്കിയാൽ മതി. തെർമോസ്റ്റാറ്റ് വാൽവാണ് ഈ ഒരു വാഹനത്തിൻ്റെ, നമ്മളെ എഞ്ചിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിന് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ നിൽക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്നത് ഈ ഒരു തെർമോസ്റ്റാറ്റിക് കേസിൻ്റെ ഉൾഭാഗത്തായിട്ടാണ്. അത് കണക്കിന് ഒരു ടെമ്പറേച്ചർ സ്വിച്ചും ഇതിൽ വരുന്നുണ്ട്. ഈ ടെമ്പറേച്ചർ സ്വിച്ചാണ് നമ്മളെ വാഹനത്തിൽ വരുന്ന റേഡിയേറ്റർ ഫാനിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഡാമേജ് ആയി, അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റിക് കേസ് ഡാമേജ് ആയി ഇതിലിരിക്കുന്ന കൂളൻ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, കൂളൻ്റ് ഇല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഹീറ്റ് എത്രയുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഗേജിൽ കാണിക്കില്ല, അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു കൂളൻ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം അറിയാതെ വണ്ടിയിട്ട് ഓടിക്കുകയും ആ ഒരു എൻജിൻ ഒരു പരിധി കൂടുതൽ ഓവർ ഹീറ്റ് ആവുകയും അവസാനം എന്നാ പറ്റും, വണ്ടി എവിടെയെങ്കിലും പിടിച്ചു നിൽക്കും. പുകയോ അല്ലെങ്കിൽ വലിവിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഫീൽ ചെയ്ത് ചില ആൾക്കാരൊക്കെ നിർത്തി ചെക്ക് ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിലും ഒരു പക്ഷേ പല ആൾക്കാരും AC ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ചവിട്ടിപ്പറിച്ച് പോവും. AC കട്ടായി കഴിയുമ്പോഴായിരിക്കും എന്താണ് എന്നുള്ളത് ചിലപ്പോൾ ഇറങ്ങി നോക്കുന്നത്. അവരെ സമയം നല്ലതാണെങ്കിൽ എഞ്ചിന് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ കൂടുതൽ ഇപ്പോൾ AC കട്ടായി, AC-യുടെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞ് ഗ്ലാസും താത്തിട്ട് വീണ്ടും ഒന്നും ശ്രദ്ധിക്കാനായിട്ട് ഓടുകയാണെങ്കിൽ വരുന്ന സംഭവം നിസാരമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ എൻജിൻ പിടിച്ചു പോകും എന്നുള്ളതാണ്. സ്വാഭാവികമായി എൻജിന് കംപ്ലയിൻറ്റ് വരുന്ന പോലെയല്ല, എൻജിൻ എന്തെങ്കിലും ഇമ്പാക്റ്റ് കിട്ടി കംപ്ലയിൻറ്റ് വരുന്നത്. കൂടുതൽ സാമ്പത്തിക ചെലവ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്.
സിമ്പിളാണ്. ഇത്തരം ഭാഗങ്ങൾ നിങ്ങളുടെ വാഹനത്തിൽ നിർബന്ധമായും ഈ പറഞ്ഞ കണ്ടീഷനിൽ, അതായത് 1,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 6-7 വർഷത്തിനിടയിൽ മാറണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം മാറുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ഓസുകളും നിർബന്ധമായിട്ടും മാറുക. ലീക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നൊരു കാര്യമാണ്. നിർബന്ധമായിട്ടും ഈ ഒരു ഐറ്റം മാറാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ സംഭവം ഭയങ്കര നിസ്സാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ എന്തിനാന്ന് തോന്നുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില സാറന്മാരിപ്പം വന്ന് കമൻറ്റ് ചെയ്യും, ഞാൻ 15 വർഷമായിട്ട് ഈ ഒരു സാധനം മാറായിട്ട് ഓടിക്കുന്നു, എനിക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ളത്. കേരളത്തിൽ ആ ഒരു വണ്ടിക്ക് സംഭവിച്ചില്ല എന്ന് പറഞ്ഞ് ബാക്കി വണ്ടിക്ക് സംഭവിക്കത്തില്ല എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. അപ്പം നിങ്ങളെ വാഹനം നിർബന്ധമായും സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഇത്ര സമയം അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഐറ്റം മാറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഡാമേജ് ആയാൽ നിങ്ങളെ വണ്ടിക്ക് പണി കിട്ടും. ഒരു പക്ഷേ രാത്രി സമയത്തോ വഴിയിലോ വല്ലോ ആവുന്ന സാഹചര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലായി പോകും. കാര്യം ഇപ്പം നിങ്ങൾ ദൂരയാത്ര പോകാമെന്ന് വിചാരിച്ചോ, ചിലപ്പം ഓടിപ്പോകുന്ന വഴിക്ക് ഈ ഒരു വിഷയം കാണിച്ചു, വണ്ടി ഒതുക്കി നിർത്തി, ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമായി പോകും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ഒരു പ്രിവെൻറ്റീവ് മെക്കാനിസം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ഒരു ഐറ്റം നിർബന്ധമായും ഈ പറഞ്ഞ കാലയളവിൽ മാറുന്നത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു തീരുമാനമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.